ഇന്ത്യൻ പ്രധാനമന്ത്രി അടുത്ത സമയത്ത് ഇന്ത്യയിലെ സീനിയർ ബ്യൂറോക്രാറ്റ്സ്, അതായത് ജോയിൻറ്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, സെക്രട്ടറീസ് അധികം കുറവായിരുന്നു. അപ്പോൾ ഇവരുമായിട്ടൊരു കോൺഫറൻസ് നടത്തി, ഒരു പ്രൈവറ്റ് ഇൻട്രാക്ഷനാണ് നടത്തിയത്. അത് ലെങ്തി അവേഴ്സ് എടുത്തു എന്നാണ് പറയുന്നത്. ഇതിനെപ്പറ്റി വാർത്തകൾ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് കൊടുത്ത നിർദ്ദേശം എന്ന് പറയുന്നത്, അടുത്ത 100 ദിവസത്തിനുള്ളിൽ, അതായത് 3.0, മോദി മൂന്നാമത് അധികാരത്തിൽ വന്നിട്ട് അടുത്ത 100 ദിവസത്തിനുള്ളിൽ എന്തൊക്കെയാണ് പ്രോഗ്രാംസ് കൊണ്ടുവരേണ്ടത്, അതിനെപ്പറ്റി പൂർണ്ണമായിട്ടും റിപ്പോർട്ട് തയ്യാറാക്കി അവർക്ക് ഹോംവർക്ക് കൊടുത്തേക്കുക. അവർ പറയും, അവർ ഇലക്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ എനിക്കിത് മുമ്പിലുണ്ടായിരിക്കണം. കാരണം അടുത്ത 100 ദിവസത്തേക്ക് എന്താണ് കൊണ്ടുവരുന്നത്. പിന്നെ മറ്റൊരു ഗ്രൂപ്പിനോട് പറഞ്ഞു, അടുത്ത 5 വർഷത്തിനുള്ളിൽ, അതായത് മൂന്നാമത്തെ ടൈം മോദിയുടെ വരുന്ന സമയത്ത് 5 വർഷം, 5 ഇയേഴ്സിൻ്റെ ഉള്ളിൽ ഇന്ത്യയിൽ നിന്നും കൃത്യമായിട്ടാണ് പറഞ്ഞത്, ടെററിസം എന്ന സാധനം ഇല്ലാതാകണം. ഇന്ത്യയിൽ എവിടെയും ടെറർ എന്ന സംഭവം ഉണ്ടാകരുത്. ആരാണെങ്കിലും അത് പൂർണ്ണമായിട്ടും പറിച്ചു മാറ്റണം. രണ്ടാമത്തെ ഡിമാൻഡ് പറഞ്ഞത് അവരോട്, ഇന്ത്യയിൽ മാവോയിസം, അതായത് റെഡ് കോറിഡോർ, റെഡ് ടെറർ, നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ 6 or 7 സ്റ്റേറ്റുകളിൽ ഈ റെഡ് കോറിഡോർ ഉണ്ട്, അതില്ലാതാകണം. മൂന്നാമത്തെ പോയിന്റ് അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യയിൽ പിന്നോക്കം നിൽക്കുന്ന കമ്മ്യൂണിറ്റി, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റി, ദളിത് കമ്മ്യൂണിറ്റി, ആദിവാസി കമ്മ്യൂണിറ്റി, അവരെ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരണം പൂർണ്ണമായിട്ട്. എവിടൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ, അവർ എഡ്യൂക്കേഷനിലുള്ള പ്രശ്നങ്ങൾ, മറ്റുള്ള പ്രശ്നങ്ങൾ, അതായത് സോഷ്യൽ ജസ്റ്റിസ് പൂർണ്ണമായിട്ട് നടപ്പിലാക്കി അവരെ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരണം. അവർക്ക് എഡ്യൂക്കേഷൻ്റെ പ്രശ്നമാണ്, സ്ത്രീകളുടെ പ്രശ്നമാണ്, സ്ത്രീകൾക്കുള്ള പ്രശ്നമാണ്, അവർക്ക് ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണ്. ഇവർക്ക് എവിടെയാണ് പോരായ്മകൾ, അത് അഡ്രസ്സ് ചെയ്യണം. അതായത് 5 വർഷം കഴിയുമ്പോൾ ഈ റിസർവേഷൻ എന്ന് പറഞ്ഞ സാധനം ഇല്ലാതാകണം. കാരണം അവരെ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവന്നിട്ട് ഇന്ത്യയിൽ റിസർവേഷൻ ഇല്ല, എല്ലാവർക്കും ഒരേപോലെ, അതായത് ജാതി മത സംഭവം ഇല്ലാതാക്കുക. ഈ സമയത്താണ് പ്രശാന്ത് കിഷോർ പറഞ്ഞൊരു പോയിൻ്റ് ഞാൻ പ്രത്യേകം പറയുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ, അല്ലെ ചെറുപ്പക്കാർ മോദിയെ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം, മോദി 5 ട്രില്യൺ എക്കോണമിയെ പറ്റി പറയുകയാണ്. അപ്പോൾ 5 ട്രില്യൺ എക്കോണമി എന്ന് പറയുന്നത്, ഇന്ത്യ 2047 മൂന്നാമത്തെ ലോകത്തിലെ ഏറ്റവും വലിയ എക്കോണമിയെ പറ്റിയാണ് മോദി സംസാരിക്കുന്നത്. അതിലാണ് പുള്ളിക്ക് വിശ്വഗുരു അങ്ങനെയുള്ള പേരുകളൊക്കെ കിട്ടുന്നത്. അവിടെ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് എന്താണ്, അതായത് മുന്നോട്ട് പോകുമ്പോൾ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് ജാതി മത സംഭവം, റിസർവേഷൻ, ജാതി സെൻസസ് വേണം. അതായത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ്, ഇന്ത്യയിലെ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ജാതി മത സംഭവത്തോട് താല്പര്യമില്ല. അത് ഗ്ലോബൽ ട്രെൻഡിൻ്റെ ഭാഗമാണ്. ആ ട്രെൻഡിൻ്റെ അങ്ങനെയുള്ള ഒരു സമൂഹത്തോട്, ചെറുപ്പക്കാരോട് രാഹുൽ ഗാന്ധി കാസ്റ്റ് സെൻസസും മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കും, അവർ പുറകോട്ട് പോകും. ഞാനൊരു കാര്യം അത് പ്രത്യേകം എടുത്ത് പറയാം. ബീഹാറിലാണ് ജാതി സെൻസസ് നടത്തിയത് നിതീഷ് കുമാർ. അപ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചത് അതിൻ്റെ പേരിൽ നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്ക് വീണ്ടും അധികാരത്തിൽ വരാം. അപ്പോഴാണ് അയാൾക്ക് പിടികിട്ടിയത് അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല. അതിൻ്റെ പേരിലാണ് ഈ ഇന്ത്യ മുന്നണിയിൽ നിന്നും വിട്ടിട്ട് ഇയാളെ വീണ്ടും BJP വരുന്നത്. അപ്പോൾ ആരൊക്കെയാണ് രാഹുൽ ഗാന്ധി പലയിടത്തും ന്യായയാത്രയിൽ ജാതി സെൻസസ് പറഞ്ഞപ്പം ഇന്ത്യ ഒന്നടങ്കം തള്ളിക്കളഞ്ഞു. അത് നിങ്ങൾ കണ്ടത്, ആ ന്യായയാത്ര തന്നെ പൊളിഞ്ഞു പോയി. അതിൻ്റെ കാര്യം ഇതാണ്. ഇപ്പം ഇന്ത്യയുടെ ചെറുപ്പക്കാരും ഇന്ന് ഇന്ത്യയെ നോക്കിക്കാണുന്നവരും, അതായത് എല്ലാവരും നോക്കിക്കാണുന്ന ഇന്ത്യ എന്നാണ് ഒരു ലോകരാജ്യമായിട്ട് മാറുന്നത്. ആ ഒരു മാറ്റത്തിനകത്ത് ഒരിക്കലും ജാതിപരമായ വ്യത്യാസം ഉണ്ടാകരുത്. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റ്, ഒരു ജാതി രാഷ്ട്രീയം ഇന്ത്യയിൽ ഡിമിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
അതിൻ്റെ ഭാഗമായിട്ടാണ് ലാലു പ്രസാദ് യാദവിനും അഖിലേഷ് യാദവിനും ഈ പറയുന്ന വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം എന്താ അതിൻ്റെ കാര്യം എന്താ? അതിൻ്റെ പേരിലാണ് യു പിയിൽ വീണ്ടും യോഗി ആദിത്യനാഥ് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുന്നത്. അതേപോലെ തന്നെ വലിയ മാറ്റങ്ങളുണ്ടാകാൻ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിക്കും കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ്സിന് എന്താണ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കോൺഗ്രസ്സിന് ഫോക്കസ് നഷ്ടപ്പെട്ടു. ഇന്ത്യയിലെ പുതിയ തലമുറ അവരുദ്ദേശിക്കുന്നൊരു ലോകമുണ്ട്, അതാണ് ഡിജിറ്റൽ ജനറേഷൻ എന്ന് പറയുന്നത്. ഈ ഡിജിറ്റൽ ജനറേഷന് ജാതി താല്പര്യമില്ല. അവർ നോക്കിക്കാണുന്നത് ഇന്ത്യ എന്ന രാജ്യം മാറുമ്പോൾ അവനും ഞാനും എല്ലാം മാറും. അതിനിടയ്ക്ക് ജാതി എന്നൊരു സാധനം ഉണ്ടെങ്കിൽ വീണ്ടും ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം പഴയ രീതിയിൽ പോകാം. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. ഇന്ത്യയിൽ ജാതിയാണ് ഏറ്റവും വലിയ നാശം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പിശാചാണ് ജാതി. ഇന്ത്യ ഇത്രയും നാളും പുറകോട്ട് കൊണ്ടുപോയത് ഈ ജാതിയാണ്. ഈ ജാതിയെ വെച്ചാണ്, ഈ ജാതിയെയും ജാതികളെയും മതത്തെയും വെച്ചാണ് ഇന്ത്യ ഭരിച്ചിരുന്നവർ പല ബ്ലോക്കുകളായിട്ട് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഉണ്ടാക്കിയത്. അതിൽ ഏറ്റവും നഷ്ടം ആർക്കാണ് ഉണ്ടായത്? ഇന്ത്യയിൽ എല്ലാവർക്കും നഷ്ടപ്പെട്ടു. അതാണ് നമ്മൾ പലപ്പോഴും പുറകിലോട്ട് മാറിയത്. ഈ ജാതീയത ഇല്ലാതായി കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ലോകരാജ്യങ്ങളിൽ ഏറ്റവും മുന്നോട്ട് വരും. അതാണ് പ്രധാനം. അതിനുവേണ്ടിയാണ് മോദി പറഞ്ഞത് ജാതി രാഷ്ട്രീയം ഇല്ലാതാകണം. ഈ പറയുന്ന പിന്നോക്കം നിൽക്കുന്ന ആദിവാസിയാണെങ്കിലും ദളിതാണെങ്കിലും OBC ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും എവിടൊക്കെയാണ് ഫിക്സ് ചെയ്യേണ്ടത് അവരെ മുൻനിരയിൽ കൊണ്ടുവന്ന് റിസർവേഷൻ പാടെ ഇല്ലാതാക്കണം.